1971 ഒരു പഴയ പത്രക്ലിപ്പ് ഇത് പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം ചൊവ്വാഴ്ച അമേരിക്കയെ പരിഹസിച്ചു. 1971 $2 ബില്യൺ ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്ത് കപ്പലിൽ കയറ്റിവിട്ടു എന്ന പത്രവാർത്തയാണിത്. പതിറ്റാണ്ടുകളായി നിങ്ങൾ അമേരിക്കക്കാർ ഡോളറും ആയുധവും കൊടുത്ത് കൊഴുപ്പിച്ച് വളർത്തിയ പാകിസ്ഥാനെയാണ് ഞങ്ങൾ അവസാന യുദ്ധത്തിലും തേച്ച് ഒട്ടിച്ച് തറയിലാക്കിയത് എന്നുള്ള വലിയൊരു പരിഹാസം തന്നെയാണ് ഇന്ത്യൻ ആർമിയുടെ ഈ പോസ്റ്റിൽ. സാധാരണ ഇന്ത്യൻ ആർമി ഇത്തരത്തിലൊരു ട്രോൾ മറ്റ് രാജ്യത്തെ വെച്ച് ചെയ്യുന്നതല്ല. പാകിസ്ഥാന് ചെലവും പണവും ഒക്കെ നൽകി വളർത്തിയിട്ടും അമേരിക്കയ്ക്ക് ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ എന്ന ടൂളിനെ കൊണ്ട് സാധിച്ചില്ല എന്ന അച്ചട്ടായ ഒരു പ്രഖ്യാപനം കൂടിയല്ലേ ഇത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളുടെ തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇന്ത്യൻ സൈന്യം അമേരിക്കയെ ട്രോളിയ ഈ പോസ്റ്റ്. മോദിക്കൊപ്പം അമേരിക്കയെ നേരിടാൻ അത് പ്രസ്താവന വഴിയാണെങ്കിലും ഇന്ത്യൻ സൈന്യവും ഉണ്ട് എന്ന സൂചനയാണിത്. യുദ്ധം മാത്രമല്ല വഴങ്ങുന്നത്, ഇത്തരത്തിൽ അമേരിക്ക ആയാലും ഇത്തരം സ്ട്രൈക്കുകൾ കൂടി വഴങ്ങും എന്ന് ഇന്ത്യൻ സൈന്യം തെളിയിക്കുകയായിരുന്നു. 1971 $2 ബില്യൺ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ അന്നത്തെ കാലത്തെ വലിയൊരു ഡീലാണ്. ഇന്ന് ഇത് $10 ബില്യൺ അടുത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വരും. അമേരിക്ക എന്തിനാണ് ഇങ്ങനെ പാകിസ്ഥാൻ ആയുധം നൽകിയത്? ഇന്ത്യൻ സൈന്യത്തെ തകർക്കാനും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുമാണ് എന്ന് ഏതൊരു കൊച്ചു കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യൻ സൈന്യം ഈ പഴയ വാർത്ത പങ്കുവെച്ച് അമേരിക്കയെ ട്രോളിയത്. 2 ബില്യൺ അല്ല, എത്ര ബില്യൺ ആയുധങ്ങൾ കയറ്റി പാകിസ്ഥാനിൽ എത്തിച്ചാലും കാർഗിലും സിയാച്ചിനും കശ്മീരും മറികടന്നു വരാൻ പാകിസ്ഥാന്റെ ഒരു ആയുധത്തിനും ശേഷിയില്ല എന്ന് ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധത്തിൽ തെളിയിച്ചതാണ്. ഇന്ത്യൻ സൈന്യം ചൊവ്വാഴ്ച അമേരിക്കയെ പരിഹസിച്ച പഴയ പത്രക്ലിപ്പിൽ പറയുന്നത് പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ എങ്ങനെയാണ് പിന്തുണച്ചത് എന്ന് കാണിക്കുന്ന ഒരു രേഖയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് പങ്കിട്ട ക്ലിപ്പ് 1971 ഓഗസ്റ്റ് 5 മുതലുള്ളതാണ്. 1971 യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനായി പതിറ്റാണ്ടുകളായി പാകിസ്ഥാന് US എങ്ങനെ ആയുധങ്ങൾ വിതരണം ചെയ്തു എന്നത് കാണിച്ചു തന്നു. ഈ ദിവസം ആ വർഷം യുദ്ധത്തിന്റെ കാലത്ത് ഓഗസ്റ്റ് 5 1971 സൈന്യം പോസ്റ്റിന് അടിക്കുറിപ്പ് നൽകി. ബംഗ്ലാദേശിലെ ഇസ്ലാമാബാദിന്റെ സായുധാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാറ്റോ ശക്തികളെയും സോവിയറ്റ് യൂണിയനെയും എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു എന്ന് അന്നത്തെ പ്രതിരോധോൽപാദന മന്ത്രി VC ശുക്ല രാജ്യസഭയിൽ പറഞ്ഞതായി പത്രക്ലിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനും ഫ്രഞ്ച് സർക്കാരും പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നത് നിഷേധിച്ചുവെങ്കിലും US പിന്തുണ തുടർന്നു എന്ന റിപ്പോർട്ടിൽ പറയുന്നു. USഉം ചൈനയും പാകിസ്ഥാനും എറിഞ്ഞു കളയാവുന്ന വിലയ്ക്ക് ആയുധങ്ങൾ വിറ്റു എന്നും അതിൽ പറയുന്നുണ്ട്. 1971 ഇന്ത്യയുമായി യുദ്ധം ചെയ്തത് പാകിസ്ഥാൻ 2 രാജ്യങ്ങളും നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് എന്നത് സൂചിപ്പിക്കുന്നു. ഇപ്പോഴും US അതിന്റെ താരിഫുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ സോപ്പിട്ട് വെച്ചിരിക്കുന്നു. പാകിസ്ഥാന് കുറഞ്ഞ നികുതി താരിഫ് നൽകി അവരെ ട്രംപ് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. പകരം പാകിസ്ഥാൻ ആകട്ടെ ട്രംപിന് നോബൽ സമ്മാനത്തിനും ശുപാർശ ചെയ്തു. US ബിസിനസ്സുകൾക്ക് അനുകൂലമായ ആഗോള വ്യാപാരം പുനർനിർമ്മിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യവും പറയുന്നതും ലക്ഷ്യം വെക്കുന്നതും. അമേരിക്കയ്ക്കെതിരായ നീക്കത്തിലും നയത്തിലും ഒപ്പമുണ്ട്, കൂടെയുണ്ട് എന്ന സന്ദേശവും കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും ഇന്ത്യൻ സൈന്യം നൽകുന്ന സന്ദേശം കൂടിയാണ് ഈ പോസ്റ്റ് കുത്തിപ്പൊക്കൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.